ദീപ നിഷാന്ത് അക്ഷരങ്ങൾ കൊണ്ട് ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്ന എഴുത്തുകാരി, ക്ലാസ് മുറികൾക്കപ്പുറം സമൂഹത്തിന്റെ നേർക്കാഴ്ചകളിലേക്ക് കണ്ണു തുറക്കുന്ന അധ്യാപിക, വാക്കുകളിലെ വൈകാരികതയും നിലപാടുകളിലെ വ്യക്തതയും കൊണ്ട് സാംസ്കാരിക കേരളത്തിൽ തന്റേതായ ഇടം കണ്ടെത്തിയ പ്രതിഭ. തൃശൂർ ജില്ലയിലെ പേരാമംഗലത്ത് ടി.സി. ശങ്കരനാരായണന്റെയും കെ.എസ്. ലീലയുടെയും മകളായി ജനിച്ച ദീപ പേരാമംഗലം ശ്രീദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ, തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. എം.എ. മലയാളം 1ാം റാങ്കോടെ വിജയിച്ചു. പിന്നീട് സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിന്റെ മണ്ണിൽ ചരിത്രമുറങ്ങുന്ന ശ്രീ കേരളവർമ്മ കോളേജിലെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായി. കലാലയത്തിന്റെ ഇടനാഴികളിൽ വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചം പകരുന്നതോടൊപ്പം കലാലയ രാഷ്ട്രീയത്തിന്റെ ചൂടും ചൂരും അറിഞ്ഞ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ടീച്ചർ. നിലവിൽ ശ്രീ വിവേകാനന്ദ കോളേജിൽ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. സോഷ്യൽ മീഡിയയിലെ കുറിപ്പുകളിലൂടെ മലയാളികളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ ദീപ പിന്നീട് തന്റെ അനുഭവക്കുറിപ്പുകളിലൂടെ വായനക്കാരുടെ മനം കവർന്നു. കുന്നോളമുണ്ടല്ലോ ഭൂതകാലക്കുളിർ എന്ന പുസ്തകത്തിലൂടെ മലയാളികളുടെ ഗൃഹാതുരത്വത്തെയും പ്രണയത്തെയും അവർ മനോഹരമായി വരച്ചിട്ടു. നനഞ്ഞു തീർത്ത മഴകൾ, ഒറ്റമരപ്പെയ്ത്ത്, ജീവിതം ഒരു മൊണാലിസ ചിരിയാണ്, രാധയും രാജാവിന്റെ പ്രേമഭാജനങ്ങളും, പ്രണയവ്യവസ്ഥയുടെ മാനിഫെസ്റ്റോ തുടങ്ങി നിരവധി രചനകളിലൂടെയും പല മാഗസിനുകളിലായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള യാത്രാ വിവരണ കുറിപ്പുകളിലൂടെയും സാഹിത്യലോകത്തും അവർ സജീവ സാന്നിധ്യമാണ്. ജീവിതം ഒരു മൊണാലിസ ചിരിയാണ് എന്ന പുസ്തകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. സ്ത്രീപക്ഷ ചിന്തകളും സാമൂഹിക വിമർശനങ്ങളും സമകാലിക വിഷയങ്ങളിലുള്ള നിർഭയമായ ഇടപെടലുകളും ദീപ നിഷാന്ത് എന്ന എഴുത്തുകാരിയെ വേറിട്ടു നിർത്തുന്നു. പ്രണയവും രാഷ്ട്രീയവും പെണ്ണിടങ്ങളും തന്റെ തൂലികയിലൂടെ അടയാളപ്പെടുത്തുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ദീപ ടീച്ചർ. അക്ഷരങ്ങളുടെ ഈ കൂട്ടുകാരിയെ, വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപികയെ, വായനക്കാരുടെ പ്രിയ എഴുത്തുകാരിയെ, പ്രിയപ്പെട്ട ദീപ നിഷാന്തിനെ റിയാദിന്റെ മണ്ണിലേക്ക്, കേളി ലിറ്റററി ഫെസ്റ്റിവലിന്റെ ഈ പ്രൗഢഗംഭീരമായ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.